ഗജരാജൻ ഗുരുവായൂർ കേശവന്റെ ദീപ്തസ്മരണയ്ക്ക് മുൻപിൽ ആനത്തറവാട്ടിലെ പിൻതലമുറക്കാരും ആരാധകരും പ്രണാമമർപ്പിച്ചു. ഗജപൂജയ്ക്ക് ശേഷം രാവിലെ 7 മണിയോടെ തിരുവെങ്കിടാചലപതി ക്ഷേത്രത്തിൽ നിന്നാണ് ഗജഘോഷയാത്ര ആരംഭിച്ചത്. കൊമ്പൻ ബൽറാം ഗുരുവായൂരപ്പന്റെയും ഇന്ദ്രസൻ കേശവന്റെയും രവികൃഷ്ണൻ മഹാലക്ഷ്മിയുടെയും ഛായാചിത്രങ്ങൾ വഹിച്ച് മുൻനിരയിൽ അണിനിരന്നു. നാഗസ്വരത്തിന്റെ അകമ്പടിയോടെ 5 ആനകൾ പങ്കെടുത്ത ഘോഷയാത്ര റെയിൽവേ മേൽപ്പാലം വഴി പാർത്ഥസാരഥി ക്ഷേത്രത്തിലെത്തി വണങ്ങി. ഗുരുവായൂർ ക്ഷേത്രവും രുദ്രതീർത്ഥക്കുളവും പ്രദക്ഷിണം ചെയ്ത് തെക്കേനടയിലെ കേശവ പ്രതിമയ്ക്ക് മുന്നിലെത്തി. ഇന്ദ്രസൻ കേശവ പ്രതിമയ്ക്കരികിലെത്തി തുമ്പിക്കൈയുയർത്തി വണങ്ങി. മറ്റ് ആനകളും പ്രണാമമർപ്പിച്ചു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ കേശവ പ്രതിമയിൽ പുഷ്പചക്രം സമർപ്പിച്ചു. തുടർന്ന് ദേവസ്വം ഭരണസമിതി അംഗങ്ങളും ഭക്തരും പുഷ്പാർച്ചന നടത്തി. ഗുരുവായൂർ ACP സി പ്രേമാനന്ദകൃഷ്ണൻ, ടെമ്പിൾ പോലീസ് SHO ജി അജയ്കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. 1976 ഡിസംബർ 2-ന് ഏകാദശിയുടെ തലേന്നാണ് ഗുരുവായൂർ കേശവൻ ഇഹലോകവാസം വെടിഞ്ഞത്. ഇതിന്റെ സ്മരണയ്ക്കായാണ് വർഷം തോറും ദേവസ്വത്തിന്റെ ആഭിമുഖ്യത്തിൽ അനുസ്മരണ ചടങ്ങ് നടത്തുന്നത്.